ஓகே சார், மேனேஜர் கூப்பிடுறாங்க. Okay, வா. Sir, can we come in? Jomon, come in, please. Sit down. ഇരിക്ക്. അമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ. അത് ഞങ്ങളുടെ മാത്രം കാശല്ല സർ. പിന്നെ ഞങ്ങളെ വിശ്വസിച്ച് കൂടെ നിന്ന് ഒരുപാട് പാവപ്പെട്ട പാർട്ട്ണർമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനൊന്ന് പിടിക്കട്ടടാ. നീ എന്നെ വിളിക്കേ. ഇപ്പൊ വിശ്വാസേ ഇത് അവർക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ട് എനിക്കൊരു സ്ഥലം വരെ പോണം. നീ ഇതെവിടെയായിരുന്നു? 2 ദിവസമായിട്ട് ഫോണിലും കിട്ടുന്നില്ല. കൂട്ടുകാരോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞൂടാ. ഞാനൊരു കാര്യം ചോദിച്ചാ അപ്പൊ നുണ പറയരുത്. എന്താ? നാട്ടിൽ നിന്ന് പോന്ന ശേഷം അപ്പൻ ഒരിക്കലെങ്കിലും നമ്മുടെ നാട് മിസ് ചെയ്തിട്ടില്ലേ? തൃശ്ശൂർ റൗണ്ടും രാവിലത്തെ നടത്തവും ഫ്രണ്ട്സും നാട്ടുകാരും ഒന്നും അതൊക്കെ പോട്ടെ. അപ്പനും എന്റെ അമ്മച്ചിയും ഒരുപാട് കാലം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന് അപ്പനുണ്ടാക്കി നമ്മുടെ വീട് മിസ്സാവുന്നില്ലേ? അപ്പനുണ്ടാക്കിയതൊക്കെ എത്ര വലുതായിരുന്നു എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. പോയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ല. പക്ഷെ നമ്മുടെ വീട് മാത്രം ഞാൻ തിരിച്ചു പിടിച്ചു. ആദ്യം ആ സ്വാമി സമ്മതിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞ കാശ് കൊടുത്ത് ഞാൻ അപ്പന്റെ പേരിൽ അതങ്ങ് എഴുതി വാങ്ങി. അപ്പൊ ശരി, മറന്നിടാതെങ്കിൽ ശരി മോളെ. പിന്നെ ഞാൻ പോയിട്ട് വരുമ്പോഴും കമ്പനിയോട് തന്നെ കാണണം. അതൊക്കെ ഞാനേറ്റ്. പിന്നെ അത്യാവശ്യത്തിന് ഒരു പിക്കപ്പ് വിളിക്കുന്നുണ്ട്, വിരോധമൊന്നും ഇല്ലല്ലോ. വേണ്ട, നീ തന്നെ തലയെ ചുമന്ന് കൊണ്ടുപോയാൽ മതി. ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ? ഞാൻ വിളിക്കാം. നീ ആ പെൺകുട്ടിയോട് യാത്ര പറഞ്ഞില്ലേ? ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞല്ലോ. അതല്ലടാ, ഞാൻ കരുതി നിങ്ങൾ തമ്മില്. എന്താ ഞങ്ങൾ തമ്മില്? ഒന്ന് അടുത്ത് പെരുമാറുമ്പോഴേക്കും ഓരോന്നങ്ങ് സങ്കല്പിക്കും. ഇതാ നിങ്ങളുടെ ജനറേഷന്റെ കുഴപ്പം. എന്നാലും അപ്പൊ നമ്മളോട് കുറച്ചു കാലം താമസിക്കാൻ വന്നു. അതിനിടയിൽ പല പല ആൾക്കാരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ തിരിച്ചു പോകും. ഇനി അവർക്ക് അവരുടെ ലൈഫ്, നമുക്ക് നമ്മുടെ ലൈഫ്. അല്ലാതെ എന്താ? ഓഹോ, സ്വന്തമായി ബിസിനസ് ചെയ്ത് കുറെ കാശ് കൈ വന്നപ്പോ എന്റെ മോന്റെ മനസ്സിന്റെ കട്ടിയും കൂടി പോയല്ലേ?
ബിരിയാണിയിലാണ് ബിരിയാണിയായിരുന്നു ദേ കുറച്ച് സ്പേസ് വയറിലിട്ടേക്കണം Fresh കരിമീൻ. Ready. ചേട്ടാ ദാ. ആർക്കാ വേണ്ടത്? ഫിഷ് ഫ്രൈ വന്നല്ലോ ആ കുഞ്ഞളീന് കൊടുക്ക് കുഞ്ഞളീന് ആദ്യം കൊടുക്ക് ആൽഫിക്ക് കൊടുക്ക് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ എടുത്തോളാം. ആ, അപ്പ അവിടെ ഇരുന്നോളപ്പാ, ഞാൻ വിളമ്പിക്കോളാം. വേണ്ട എനിക്കുള്ള കഞ്ഞി ഇപ്പൊ വരും ആ ഡ്രസ് എവിടെ ആ വന്നല്ലോ മോളെ അങ്ങോട്ട് വെച്ചേക്ക് ഞാൻ കുറെ നാളായിട്ട് കഞ്ഞിയാ അതാ ശീലം മക്കളും മരുമക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്ന എന്റെ സന്തോഷം അതിപ്പോഴെന്നല്ല എപ്പോഴും. ഭൂമിയുടെ കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവുന്ന എല്ലാ വക്കീലുമാരും പറയണേ. അപ്പൊ അളിയന്റെ പരിപാടി എന്താ? പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് കുറച്ച് ബിൽഡേഴ്സ് എന്റെ അടുത്ത് വന്നിരുന്നു. ആഹാ ലാൻഡ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. സെന്റിന് 15 ലക്ഷം വെച്ചിട്ട് കണ്ണടച്ച ആൾക്കാരുണ്ട്. 20 ഏക്കർ എന്ന് പറയുമ്പോ നിസ്സാര സംഖ്യയല്ലോ. ഞാൻ ആ സ്ഥലം വിൽക്കാനും പോണില്ല അവിടെ ബിൽഡിങ്ങും പണിയുന്നില്ല. കേസ് വിധിയായാൽ ഇടപാടുകാരുടെ കാശ് കൊടുത്തു തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം വിൽക്കാം. ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ നെൽകൃഷി തുടങ്ങാൻ പോവാ. നല്ല ജൈവ കൃഷി. അളിയൻ എന്ത് പ്രാന്തായി പറയണേ? നല്ല ഉയരത്തിന്ന് ഭൂമിയിലേക്ക് വീണപ്പോ എന്റെ പല ഭ്രാന്തികളും മാറുകയും പുതിയ ചില ഭ്രാന്തികൾ തുടങ്ങുകയും ചെയ്തു. അതിൽപ്പെട്ടതായി കൃഷി. ഇത്രയും വിലയുള്ള സ്ഥലത്ത് നെല്ലുണ്ടാക്കിയ ആ അരിക്ക് കിലോയിന് 10,000 കിട്ടിയാലും മുതലാവില്ല. ലാഭം മാത്രം നോക്കിയുള്ള കച്ചവടം വിൻസെന്റ് അവസാനിപ്പിച്ചു. അതെ. ആ മേയറ് കാത്തിരുന്ന് ഉറങ്ങിയോ? അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. ഓ ജോമോനെ, എന്താ അങ്കിൾ? അപ്പനായിട്ട് കളഞ്ഞതൊക്കെ അപ്പൻ തന്നെ തിരിച്ചു പിടിച്ചു തുടങ്ങി. നീ ഇങ്ങനെ നടന്നാ മതിയോ? നിനക്ക് എന്നാ ഇനി ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുക? പറഞ്ഞ പോലെ നീ എന്നാടാ ഒന്ന് നേരെയാവുന്നു. നേരെ ഇത്ര ആയ സ്ഥിതിക്ക് നാളെ രാവിലെ എഴുന്നേറ്റോണ്ട് ഞാനങ്ങ് നന്നായിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പോലെ വിൻസെന്റ്, ഇപ്പോഴാടാ നീ എന്റെ പഴയ വിൻസെന്റ് ആയത്. അപ്പാ എന്താ ഇരുന്നാളത്? വാ. നീ പൊയ്ക്കോ. ഒരു മടി, ഒരു ഗ്യാപ്പ് വന്നില്ലേ? ആ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാം. എന്റെ അപ്പനും മടി. വാ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ തിരിച്ച് റിവേഴ്സ് ബ്രിസ്ക് വാക്ക്. അപ്പൊ നമുക്ക് ഈ വഴി പോവാം. വാ. ഇതല്ലേ നമ്മുടെ സ്ഥിരം റൂട്ട്. ഇടയ്ക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ട. എന്തിന്? അപ്പം വാന്നേ. ഓക്കെ. വണക്കം സാർ. വണക്കം. ഇത് തിരുപ്പൂര തൃശ്ശൂര? നമ്മളിപ്പോഴും തിരുപ്പൂര് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഇങ്ങ എത്തിയപ്പോ கொஞ்சம் லேட் ஆயி. டாக்ஸி டிரைவர் லாரி டிரைவர் காசு கொடுத்தா வாங்க மாட்டேன்றாங்க. எல்லாம் ஜோமோன் ஏற்பாடு பண்ணிட்டான்னு சொல்லிட்டாங்க. ഇങ്ങോട്ട് നോക്കടാ. അപ്പൊ എല്ലാം നിന്റെ പ്ലാനിങ് ആയിരുന്നല്ലേ? അല്ല, ഞങ്ങൾ തമ്മിൽ എന്തുകൊണ്ടെന്ന് അപ്പന് പോലും തോന്നിയ സ്ഥിതിക്ക് എനിക്കിനി എന്ത് നോക്കാം. നിക്കടാ. നിക്കടാ പറഞ്ഞു.